നിലപാടിലേക്ക് സ്വാഗതം. നിലപാടിൽ ഇന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരുവലിയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലും പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും സംഭവിച്ച രാഷ്ട്രീയ വ്യതിചലനങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹം സ്വന്തം നിലപാടുമായി എത്തിയിരിക്കുന്നത്. നമസ്കാരം റസാഖ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കർഷക സംഘടനകൾ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായി ഏറെ വിമർശിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു CPI-യുടെ സ്ഥാനാർത്ഥികളെ ബഹിഷ്കരിക്കുക, അവരെ തോൽപ്പിക്കുക എന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിങ്ങൾ നിശ്ചയിച്ച പോലെ തന്നെ CPI-യുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ എല്ലായിടത്തും തന്നെ തോൽവി വാങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കായപ്പോൾ നിങ്ങൾ ഇതേ ആശയവുമായി മുന്നോട്ട് വന്നു. നിങ്ങൾ പറഞ്ഞത് എവിടെ വരെ എത്തി? ഇലക്ഷൻ്റെ റിസൾട്ടിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ ആഹ്വാനം ജനം സ്വീകരിച്ചു? യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലം നീണ്ട ഭരണകാലത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സങ്കീർണ നിയമ കുരുക്കുകളാണ് ഈ സർക്കാർ ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങളുടെ ആദ്യഘട്ട ശ്രമം എന്നുള്ളത് സർക്കാരിനെ തിരുത്തിക്കുക എന്ന് തന്നെയായിരുന്നു. അല്ലാതെ ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുക എന്നൊരു പോളിസി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ആ ധാരണയിൽ നിന്നുകൊണ്ട് സർക്കാരിനെ ഇത്തരം കാര്യങ്ങളുടെ ദുരന്തം ബോധ്യപ്പെടുത്താനുള്ള ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ വിരുദ്ധ സമീപനം, CPI-യുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്ന ആദ്യ അജണ്ട സംസ്ഥാനത്ത് ഒട്ടാകെ ഞങ്ങൾ 4ഓളം ഉച്ചകോടിയിൽ വയ്ക്കാനിടയായത്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഒരു തിരുത്തലിലേക്ക് ഗവൺമെന്റ് വരും എന്ന് തന്നെയാണ്. കേരളത്തിൽ മലയോര മേഖലയിൽ കഴിഞ്ഞ 9 വർഷക്കാലം ഒട്ടേറെ സമര പോരാട്ടങ്ങൾ ഈ വിഷയത്തിൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. മറ്റു പ്രതിപക്ഷ പാർട്ടികളോ മറ്റു തരത്തിലോ ഉള്ള യാതൊരു ഭരണവിരുദ്ധ വിഷയങ്ങൾ ഇല്ലാതിരിക്കെ ഏറ്റവും കൂടുതൽ മലയോര ജനതയെ ഇല്ലാതാക്കുന്ന, അവന്റെ ഭൂമിയിലെ അവകാശമില്ലാതാക്കുന്ന, അവനെ വന്യജീവികളെ കൊണ്ട് ആക്രമിക്കുന്ന ഒരു നിഷ്ഠൂര നടപടി, അതായത് വനവൽക്കരണം അടക്കം 15 ലക്ഷം രൂപയ്ക്ക് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതടക്കം, അവന്റെ കറണ്ട് തടയുക തുടങ്ങി ചെയ്യാവുന്ന അങ്ങേയറ്റത്തെ ദ്രോഹം ചെയ്ത് മടുത്ത ഒരു സമൂഹത്തിൽ നിന്നുണ്ടായ പ്രതികരണമാണ് മലയോര മേഖലയിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇപ്പോൾ സ്റ്റേറ്റിൽ മൊത്തം ഉണ്ടായില്ലേ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. പക്ഷേ പല മേഖലയിൽ പല കാരണങ്ങളാണ് ഈ ഭരണവിരുദ്ധ വികാരത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അതിൽ മലയോര മേഖലയിൽ തീർച്ചയായിട്ടും ഈ മലയോരത്തോട് CPI ഭരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം, വനം വകുപ്പടക്കം ചെയ്തു കൂട്ടിയ ആ ധാർഷ്ട്യത്തിന്റെ, അവന്റെ പൗരാവകാശം പോലും ചോദ്യം ചെയ്യുന്ന നിഷ്ഠൂരതയുടെ, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് നേരെ അവന്റെ പൗരബോധം പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപാടുകൾ ഈ ഭരണകൂടം നടത്തി അതിന് ശക്തമായ താക്കീത് തന്നെയാണ് ഈ സമൂഹം നൽകിയത്. അത് ഞങ്ങൾ ചെയ്ത പ്രചരണത്തിന് കിട്ടിയ കൃത്യമായ പ്രതികരണമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഈ നിങ്ങളുടെ പ്രചരണത്തെയും നിങ്ങളുടെ ആശയ സംവാദങ്ങളെയും എല്ലാം ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPI, CPM ഉള്ള പാർട്ടികളും അവരുടെ നേതാക്കളും കണ്ടത് അരാഷ്ട്രീയവാദം എന്നാണ്. ഒരു അരാഷ്ട്രീയവാദം സംസ്ഥാനത്തെ മലയോര മേഖലയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രചരണത്തെ ജനം അരാഷ്ട്രീയവാദമായാണോ കണ്ടതോ, അതോ ജനങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഈ പ്രചരണത്തെ സ്വീകരിച്ചു? മലയോര മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ കാർഷിക മേഖലയിൽ, മലയോര മേഖല എന്ന് മാത്രമല്ല കാർഷിക മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടല്ലോ, ആ കാർഷിക മേഖലയിൽ നിന്നും നിങ്ങളുടെ ഈ ആശയങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യതയാണ് ഉണ്ടായത്? നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഒന്ന്, അസംഘടിതരായ കർഷക മേഖല അസംഘടിതരാണ്. അതിന്റെ സംഘടനാപരമായ നേതൃത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കൈവശം വച്ചിരിക്കുന്നു. അസംഘടിതരായ ഒരു ദുർബല വിഭാഗമാണ് കർഷകർ.
ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ചൂണ്ടുന്നത് എങ്ങനെയാണ് അരാഷ്ട്രീയതയാകുന്നത്? രാജ്യത്ത് ഏതാണ്ട് 50% വരുന്ന കാർഷിക മേഖല കൊണ്ട് മാത്രം ജീവിക്കുന്ന വിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് അരാഷ്ട്രീയതയായി അവർക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? അപ്പോ മറ്റൊന്ന്, ഈ കാര്യത്തിൽ ഞങ്ങൾ പറയുന്ന ശരികളെ മറികടക്കാൻ ഇവർക്ക് കഴിയാതെ വന്നപ്പോഴല്ലേ ഇത്തരം ദുരാരോപണങ്ങൾ, ശുദ്ധ അസംബന്ധങ്ങൾ, നുണകൾ അവരുടെ പാർട്ടി സംവിധാനവും മിഷണറിയും ഉപയോഗിച്ച് ഭീകരവാദിയാക്കുക, അരാഷ്ട്രീയവാദികളാക്കുക, അങ്ങനെ എങ്ങനെ തള്ളാൻ കഴിയും? ഞങ്ങൾ ഹൈവേ, അനവധി വഴികൾ ഈ രാജ്യത്ത് തടയപ്പെട്ടിട്ടുണ്ട്, തെറ്റാണെന്ന് പറയുന്നത് എങ്ങനെ രാഷ്ട്രീയവാദമാവും? ഈ രാജ്യത്ത് പൊന്നും വില കൊടുത്തു വാങ്ങിച്ച അവന്റെ സമ്പത്തിന്റെ അടിസ്ഥാന സമ്പത്തിന്റെ ഭാഗമായ അവന്റെ ഭൂമി, അതിൻ്റെ അകത്തുള്ള അവകാശം നിഷേധിക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയതയാകുക? ആരാണ് ഈ കാര്യത്തിൽ? ഇത് മറ്റ് പല രാജ്യങ്ങളിലും ഇടതുപക്ഷം കാട്ടിക്കൂട്ടിയ, ഭൂവുടമകളോട് കാട്ടിക്കൂട്ടിയ വൈകൃതങ്ങളുടെ ഒന്നുകളെയല്ലേ പലർത്തും അതിന്റെ മറ്റൊരു ആധുനിക വേർഷനാണ് ഈ ഇടത് ഭരണകൂടം കാട്ടിയത്. അത് ഈ 9 വർഷം മാത്രമല്ല, 2006-11 കാലഘട്ടം പരിശോധിച്ചാൽ അവിടെയും ഈ നിഷ്ഠൂരത തുടക്കമിട്ടിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മൂലം യഥാർത്ഥത്തിൽ UDF-നാണ് ആ ഒരു മുതലെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മെജോറിറ്റി, അതായത് ഇടതുപക്ഷത്തിന്റെ നാമാവശേഷമാക്കുന്ന ഒരു വിജയമാണ് UDF മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ച് ആ ആവശ്യത്തിനൊരു പരിഹാരം, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തിന് എത്രമാത്രം സ്വീകാര്യത ഈ UDF-ന്റെ ഭാഗത്തുണ്ട് ഇല്ല എങ്കിൽ, നിങ്ങളുടെ ആശയങ്ങളുടെ നിവൃത്തി ഉണ്ടാകുന്നില്ലെങ്കിൽ UDF-നോടും സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഭരണകൂടത്തോട് ബോധ്യപ്പെടുത്താവുന്നതിൻ്റെ അങ്ങേയറ്റം ബോധ്യപ്പെടുത്തിയിട്ടും പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പരിഹസിക്കപ്പെടുന്നതും നിഷേധിക്കപ്പെടുന്നതുമായ സാഹചര്യം വന്നപ്പോൾ ഈ ഗവൺമെന്റിൽ നിന്നും കർഷക മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. മറിച്ച് പിന്നെ ഞങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും UDF മാത്രമാണ്. അപ്പോൾ ആ UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ തലങ്ങളിലും ഉള്ളവരെ ബോധ്യപ്പെടുത്തി എന്ന് മാത്രമല്ല, ആ വിഭാഗം ഉന്നത നിയമ വിദഗ്ധരുമായി ഈ വിഷയം സമഗ്രമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് തന്നെ കേരളത്തിലെ കർഷക സംഘടനാ പ്രതിനിധികളുമായി ഈ UDF-ന്റെ സമഗ്രമായ ചർച്ചയുണ്ട്. ഇത് UDF ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് കർഷക സംഘടനകൾ വരാനൊന്നുമല്ല, ആരെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങൾ ഈ വസ്തുതകൾ ഒരു പൊതു സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുന്നു. അതനുസരിച്ച് ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇന്നവർ കൂട്ടിയിടണം ചെയ്യേണ്ടത് ഞങ്ങളുടെ നിലപാടേ അല്ല. പക്ഷേ ഈ വിഷയം പരിഹരിക്കുന്നതിന് അധികാര കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ UDF-നെ ഇനി ഈ വിഷയത്തിൽ ഈ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ ഞങ്ങളെ എത്തിച്ചത് നിലവിലുള്ള ഭരണകൂടമാണ്. ആ വിശ്വാസപ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുകയും അവർ ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഞങ്ങൾ കടുത്ത നിലപാടുമായി തന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തുകയും ആ പ്രതിഷേധം കാലാകാലങ്ങളിൽ തുടരുകയും ചെയ്യുക എന്നുള്ള ഒരു പോളിസിയുമായി മുന്നോട്ട് പോകാനേ കഴിയൂ എന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഏതൊരു മുന്നണിക്കും, ഇടതു മുന്നണിക്ക് തിരുത്താനുള്ള അവകാശം, പലപ്പോഴും അവരുടെ തിരുത്തുകൾക്ക് സമയം കൂടുതലെടുക്കാം. പല തീരുമാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ CPI-യും CPI-യും ഒക്കെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തിരുത്തപ്പെടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. തിരുത്തൽ രേഖകളും മറ്റൊക്കെ ഉണ്ടാകുന്നത്. ഒരു തെറ്റ് തിരുത്തലിന് സാധ്യതയുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ തിരുത്തേണ്ടത്? ഇടതുപക്ഷം തിരുത്തേണ്ട നടപടികൾ എന്തൊക്കെയാണ്? നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സമൂഹത്തെ സംബന്ധിച്ച് പൊതുവായി കാണുന്നത് ഈ രണ്ട് പക്ഷവും ഇല്ലാതാകുന്നതിനോട് ഒരു സമൂഹം അങ്ങനെ കാണുന്നില്ല എന്ന് കരുതുന്നതാണ് ഞാനടക്കമുള്ളവർ. ഇടതുപക്ഷം ഇല്ലാതാകണം അല്ലെങ്കിൽ വലതുപക്ഷം നശിക്കണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടെ ഈ കേരളീയ സമൂഹത്തിൽ ഇല്ല എന്നാണ് എൻ്റെ പ്രാഥമികമായ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ തിരുത്തുക എന്നുള്ളത് 25 വർഷമൊക്കെ പഴക്കുന്ന ആ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രവണത ഈ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ഇടയാക്കുള്ളൂ. വിശ്വസിക്കുന്ന ജനസമൂഹത്തെ ശത്രുക്കളാക്കി കൊണ്ടുവരുന്ന
ഒരു പ്രവണത ഒന്ന്. രണ്ട്, രാഷ്ട്രീയ ബോധമില്ലാത്തവരുടെ ഒരു നീണ്ട നിര പാർട്ടിയെ നയിക്കുന്നു എന്നുള്ളത്. സാമൂഹിക ബോധമില്ലാത്ത, രാഷ്ട്രീയ ബോധമില്ലാത്ത ഒട്ടേറെ അണികൾ. ഉദാഹരണത്തിന് 2015 ശേഷമാണ് കേരളത്തിലെ ആകെ വരുന്ന CPM മെമ്പർഷിപ്പിൽ 5 ലക്ഷത്തിലധികം വരുന്ന മെമ്പർഷിപ്പിൽ 3.5 ലക്ഷം പേര് 2015 ശേഷം പാർട്ടിയിൽ കടന്നുകൂടിയിട്ടുണ്ട്. രാജ്യത്ത് ഗുണ്ടകളെ കാണാനില്ല. അതൊക്കെ എവിടെയെന്ന് പരിശോധിക്കണം. ആ രീതിക്ക് ആരെയാണ് CPM മെമ്പർമാരായി പോസ്റ്റ് ചെയ്തത്? ഒട്ടനവധി മേഖലകളിൽ കൈ ചുരുട്ടി കാണിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന അഹങ്കാരത്തിന്റെ കൂടെ ഈ പാർട്ടി മാറിയിട്ടുണ്ടോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിക്കണം. അങ്ങനെ തിരുത്തണം. അല്ല തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ തന്നെ പാർട്ടി മടിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. തെറ്റുപറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ഗുരുതരമായ തെറ്റിലാണ് പോകുന്നത്. എന്തുകൊണ്ട് പ്രാദേശിക നേതാക്കൾ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ഉയർത്തുന്നില്ല എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ നിങ്ങളുണ്ടാക്കുന്ന നിരോധന നിയമങ്ങളെ മാരകമായി ഉപയോഗിക്കുന്നു ഈ പാർട്ടി ചെറിയ ഘടകങ്ങൾ. ഇവിടെ എല്ലാവരും സമ്പന്നരായി മാറി. എങ്ങനെയായി? എൻ്റെ വീട് പണിയാൻ എനിക്ക് കഴിയാതെ വരുമ്പോൾ എനിക്ക് പാർട്ടി തരുന്നത് എൻ്റെ സമ്പത്ത് മേടിച്ചിട്ടുള്ള സേവനമാണ്. ഉദ്യോഗസ്ഥർക്കാണെന്ന് പറഞ്ഞ് ഇതൊക്കെ വാങ്ങിക്കുന്ന സേവനമാണ്. മണ്ണെടുക്കാൻ, ഒരു തറ വലിക്കാൻ, ഇതിനൊക്കെ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കേണ്ട അവസ്ഥ. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഷെയർ കൊടുക്കേണ്ട അവസ്ഥ. അപ്പൊ ഇവിടെ ഒരു പാർട്ടി നേതാവിനും പരാതിയില്ല. എല്ലാ പഞ്ചായത്തിലും ഭരണം എടുക്കുക, എന്നിട്ട് ഈ സർക്കാർ ഉണ്ടാക്കുന്ന നിരോധനങ്ങളെ ഉപയോഗപ്പെടുത്തി സമ്പന്നരായി മാറുക, പാർട്ടിയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് നല്ല മസിൽ പവറുള്ള ആളുകളെ പാർട്ടിയിൽ അണിനിരത്തുക, എന്നിട്ടൊരു സമൂഹത്തെ മൊത്തം ഭയപ്പെടുത്തുക. ഇല്ലാതായി പോകും. നിങ്ങളെക്കാൾ വലിയ ബോംബും മറ്റേ തോക്കും എല്ലാമായിട്ട് ഭീഷണിപ്പെടുത്തി എതിർ ശബ്ദങ്ങളെ രാത്രിക്ക് രാത്രി കൊന്നു കുഴിച്ചു മൂടിയ രാജ്യങ്ങളിൽ പോലും ഈ സാധനം അസ്തമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ജനാധിപത്യ സ്വഭാവം കളയാതെ, ഇതിന്റെ രാഷ്ട്രീയ സാമൂഹിക ഗുണങ്ങൾ കളയാതെ ഈ പാർട്ടിയെ രക്ഷിക്കുന്നതിനുള്ള അടിയന്തര പദ്ധതി ഉണ്ടാവണം. പഴയ കഥകളിലൂടെ ഇനിയും പോകാമെന്ന് വിചാരിക്കേണ്ട. AKGയുടെ കഥയും EMSന്റെ കഥയും നിങ്ങളെ ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. എന്തൊക്കെ നിരോധന ഉത്തരവുകളാണ് തിരുത്തേണ്ടത് എന്നത് സംബന്ധിച്ച് അതിജീവന പോരാട്ട വേദിക്കും കേരളത്തിലെ 111 കർഷക സംഘടനകൾക്ക് ഒരു ഏകീകൃത അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ അസംതൃപ്തി ഉണ്ടാക്കുന്നത് റവന്യൂ, ഫോറസ്റ്റ്, ഈ 2 വിഭാഗങ്ങളാണ്. ഒന്ന്, 6 പതിറ്റാണ്ട് കാലമായിട്ട് ഈ ഫോറസ്റ്റ് ഇന്നും ഈ കൃഷിഭൂമിയിൽ അവകാശം സ്ഥാപിക്കാനായിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു തീർച്ച വേണ്ടേ? എല്ലാ കാലത്തും ഫോറസ്റ്റ് ലക്ഷക്കണക്കിന് കേസുകൾ ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ നടക്കുന്നത്. അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമിയിലാണ് കേസ് നടക്കുന്നത്, അല്ല വനത്തിനുള്ളിലല്ല. ഒരു വനത്തിന്റെ ഉള്ളിലും റിസർവ് ഫോറസ്റ്റായി ഇപ്പം ഇരിക്കുന്ന ഒരു ഭൂമിയിലും ഒരു വ്യക്തിയും കേരളത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നില്ല. അവന്റെ കൃഷിഭൂമി ഫോറസ്റ്റിൻ്റെതാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുക, വർഷാവർഷം ഈ ഉദ്യോഗസ്ഥന്മാർ അവരോട് ഫണ്ട് വാങ്ങുക, ആ നിലയിലുള്ള പീഡനം ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, വന്യമൃഗവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. അതിന് ഫണ്ട് കണ്ടെത്താൻ വനം വകുപ്പിൽ തന്നെ വഴികളുണ്ട്. ആ വഴികൾ ഉപയോഗിച്ച് ഈ കക്ഷികളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശക്തമായ നിലപാട് സർക്കാർ എടുക്കേണ്ടതുണ്ട്. കേന്ദ്ര നിയമം എവിടെയും കിടക്കട്ടെ. ഇവിടെ സുപ്രീം കോടതി പറയുന്ന ആയിരക്കണക്കിന് വിധികൾ പെൻഡിങ്ങിട്ടിരിക്കുന്ന നാടായത് സ്റ്റേറ്റ്. സുപ്രീം കോടതി അന്തിമ ഉത്തരവിട്ടിട്ട് നടപ്പാക്കാൻ കൂട്ടാക്കാത്ത ഗവൺമെന്റ് ഒരു കേന്ദ്ര നിയമത്തിന്റെ പേരിൽ പറഞ്ഞ് ഈ ആളുകളെ മുഴുവൻ പീഡിപ്പിക്കണ്ട. അവന്റെ പറമ്പിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് അവർ അന്വേഷിച്ച് നടക്കണ്ട. നമുക്ക് ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെ തകർക്കുന്ന, അല്ലെങ്കിൽ വന്യ ജീവികളെ മുഴുവൻ കൊന്നു തിന്നുന്ന പ്രക്രിയ വനത്തിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന് മാത്രം അന്വേഷിക്കുക. അതിനുള്ള സൂക്ഷ്മദർശിനിയൊക്കെ ഇപ്പോൾ വച്ചാൽ മതി. അല്ലാത്ത ഒരു ആത്മാർത്ഥത നിന്നും മറ്റു പല കാര്യങ്ങളിലും ഇല്ലാതിരിക്കെ ഈ വനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപാടുകൾ അത് ഏതൊക്കെയോ വിദേശ ശക്തികളുടെ പിന്തുണയിൽ നടക്കുന്നു എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട് ഈ അവ്യക്തതകൾ അവസാനിപ്പിക്കേണ്ടത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അതിന് കേന്ദ്രത്തിന്റെ യാതൊരു തടസ്സവുമില്ല. 2023 വനഭേദഗതി നിയമം സർക്കാരിന് എല്ലാ അവകാശവും നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കുക. മറ്റൊന്ന്, ഈ കൃഷിഭൂമികൾ അവന്റെ സമ്പത്തിന്റെ ഭാഗമാണ്, അവന്റെ നിക്ഷേപമാണ്. 80% ആളുകൾ പൊന്നും വില കൊടുത്ത് സർക്കാർ പറഞ്ഞ ഫീസ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ അവരെ പാട്ടക്കാരനാക്കാനുള്ള നികൃഷ്ട നീക്കം CPI പാർട്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥ. ഇപ്പൊ ഇലക്ഷൻ നിങ്ങൾ കണ്ടില്ലേ? ഇടുക്കി ജില്ലയിൽ CPI ഉണ്ടോ? മാണിയുണ്ടോ? തീർന്നില്ലേ? അപ്പോ
ജനവിശ്വാസം തകർക്കുന്ന പണിയുമായിട്ട് നിങ്ങൾ ഏറെക്കാലം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സകല നിയമപ്രശ്നങ്ങളും ഒരു ദുർബലവും ഇല്ല. എൻ്റെ വില കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വില തന്നേരെ. എൻ്റെ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അതിന് രാജ്യം നിശ്ചയിച്ച 2013 നിയമം അനുസരിച്ച് വില തന്നു വാങ്ങുക. അല്ല എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ ദുർബലനാക്കി, ദുരന്ത നിവാരണ നിയമം അടിച്ചേൽപ്പിച്ച് എന്നെ പുകച്ചു വൃത്തിയാടിക്കുന്നത് നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. ഞങ്ങളില്ലാതാവില്ല, ഞങ്ങൾ നേരിട്ട് തന്നെ ചെയ്യും, നിങ്ങൾ ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ ഈ ഇലക്ഷൻ തന്നെയാണ് തെളിവ് എന്നാണ് പറയാനുള്ളത്. പട്ടയ നടപടികളിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? പട്ടയം വലിയ തോതിൽ നൽകി ദിവസത്തെ കണക്കനുസരിച്ച് പോലും മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. പട്ടയ നടപടികൾ ആർക്കാണ് പ്രയോജനപ്പെട്ടത്? പട്ടയം കൊടുക്കുന്നതിൽ തന്നെ ഒരു വലിയൊരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് 2 ഏക്കർ പട്ടയം വേണമെങ്കിൽ ഇവർ 20 സെന്റ് തരുള്ളൂ. ഇത് അല്ല ലക്ഷക്കണക്കിന് പിന്നെ നിൽക്കുന്നത്. ഇപ്പൊ 1 ലക്ഷം പേര് ഇനിയും വെച്ചാ എന്താണ് അവന്റെ പട്ടയം തീർത്തല്ല കൊടുക്കണത്. അവിടെയൊക്കെ ഈ പട്ടയ കച്ചവടം എല്ലാ കാലത്തും നടക്കണം. ഇതുവഴി ഒരു വലിയ സമ്പത്ത് ഉണ്ടാക്കണം. എനിക്ക് ഒറ്റയടിക്ക് പട്ടയം തന്നാൽ എൻ്റെ അടുത്ത് പൈസ കിട്ടില്ല. ഇത് ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മറിക്കുന്ന പ്രക്രിയയായത്. മറ്റൊന്ന്, എന്തിനാണ് പട്ടയത്തിന് ഇത്ര സങ്കീർണത? പട്ടയം കൊടുക്കേണ്ട ഭൂമിയെ സംബന്ധിച്ച് 1970 മുന്നേ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ സർവേ അടക്കമുള്ള ലിസ്റ്റ് നമുക്കുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് മാത്രമേ പട്ടയം കൊടുക്കുന്നുള്ളൂ. അല്ല ഇവിടുത്തെ വനഭൂമികൾ കൈയേറി അപ്പം തന്നെ പോയി പട്ടയം എടുക്കാൻ ഈ രാജ്യത്ത് പറ്റില്ല. അപ്പോൾ കൃത്യമായും അടിസ്ഥാന രേഖയുണ്ട്, അതിൻ്റെ സർവേ നമ്പർ അടക്കമുള്ള കൃത്യമായ രേഖകളുണ്ട്. അതൊരു വില്ലേജ് ഓഫീസർക്ക് പരിശോധിച്ചിട്ട് ആ നാട്ടിൽ വന്നത് എൻ്റെ ഭൂമിയാണോ, ഞാൻ തന്നെയാണോ ഭൂമിയുടെ ഉടമ എന്ന് പരിശോധിച്ച് അവിടെ വെച്ച് എഴുത്തിന് അവസാന പട്ടയം. അല്ലാതെ ഇവരീ പറയും പോലെ പട്ടയം വലിയ സംഭവമൊന്നുമല്ല. ഈ പട്ടയം ഇങ്ങനെയൊക്കെ ഇത്രയും സങ്കീർണത കഴിഞ്ഞ് ഇത്രയും കമ്മിറ്റികൾ മറികടന്ന് ഇങ്ങനെയൊക്കെ കൊടുത്ത പട്ടയം എത്ര നിങ്ങൾ റദ്ദ് ചെയ്തു? അതിനകത്ത് ഈ സങ്കീർണത പറയുക, ഒരു സങ്കീർണതയും പ്രശ്നമില്ല. അവിടെ താമസിക്കുന്നവരുടെ അവരുടെ കൈവശമിരിക്കുന്ന ഭൂമിക്ക് 50 വർഷത്തിന് മേലെ സംഭവം ഇതുണ്ട്. അതൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിനോട് ലിസ്റ്റ് ചോദിച്ചാലും ആ പ്രശ്നം പരിഹരിക്കും. ഒരു വില്ലേജ് ഓഫീസർക്ക് പരിഹരിച്ച് പോകാവുന്ന കാര്യമുള്ളൂ. ഈ കച്ചവടം അവസാനിപ്പിക്കണം. 6 പതിറ്റാണ്ട് കഴിഞ്ഞു. നിങ്ങൾ നാണമില്ലേ രാജ്യത്ത് ഇനി പട്ടയം കൊടുക്കാനുണ്ട്? എത്ര ഏക്കർ കൊടുക്കാനുണ്ട്? ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്ത് നിൽക്കുക. അതുകൊണ്ട് ഈ സങ്കീർണതകൾ അവസാനിപ്പിച്ച് ഗ്രാമപഞ്ചായത്തുകളെ വെച്ച് വെരിഫൈ ചെയ്ത കക്ഷികൾക്ക് വില്ലേജ് ഓഫീസർ പട്ടയം കൊടുക്കാൻ നിയമം ഉണ്ടാക്കണം. ആ വിഷയവും പരിഹരിക്കണം. അതുപോലെ തന്നെ ഈ കൃഷി വകുപ്പ് വേണോ? ഒരു കർഷകരോട് ഒരു ബാധ്യതയില്ലാത്ത, ഒരു നന്ദിയില്ലാത്ത പി പ്രസാദിനെ പോലുള്ളവര് എന്താണ് ഈ 5 വർഷം കാട്ടിക്കൂട്ടിയേക്കുന്നത്? എന്തെങ്കിലും ഉണ്ട്? ആ നെൽകർഷകരുടെ എത്ര ദുരന്തങ്ങൾ ആലപ്പുഴയിലൊക്കെ വന്നത്. ആ സാധനം എടുത്ത് പഞ്ചായത്തുകൾക്ക് കൊടുക്ക്. നിങ്ങളെന്തിനാ ഈ സാധനം കൈവശം വെച്ചിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ അന്തസത്തയിൽ കൃഷി എന്നുള്ളത് ഒരു മർമ്മപ്രധാന ഘടകമാണ്. അത് ഗ്രാമപഞ്ചായത്ത് കൈമാറ് 7000 ഉദ്യോഗസ്ഥരെ പറ്റുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ ആനുകൂല്യം എല്ലാം ഇവർക്ക് വിട്ടുകൊടുക്കുന്നു. ഈ പ്രവണതയെല്ലാം അവസാനിക്കണം. ആ കൃഷി പോലുള്ള കാര്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ കീഴിൽ കൊണ്ടുവരട്ടെ, അവർ നടത്തട്ടെ. ഇതിൽ അഴിമതിക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തുമ്പോൾ തന്നെ മറ്റൊരു അഴിമതി കേന്ദ്രമാണ് കൃഷി വകുപ്പ്. അതിൽ കേരളം കൊണ്ട് ഏറ്റവും വലിയ പരാജയപ്പെട്ട വകുപ്പാണ് ഈ പി പ്രസാദ് എന്ന് പറയുന്ന മന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഏറ്റവും അവസാനം ഈ 64 ഭൂരിപക്ഷ ചട്ടവും അതുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കാരങ്ങൾ മലയോര കർഷകരെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? അത് തിരുത്തേണ്ട നടപടികൾ ഏതൊക്കെയാണ്? അതിൽ 2023 കൊണ്ടുവന്ന നിയമം ലോകത്ത് കൈക്കൂലിക്കും അഴിമതിക്കും അവിഹിതത്തിനും വേണ്ടി ഒരു ഗവൺമെന്റ് ആസൂത്രിതമായി കൊണ്ടുവന്ന നിയമം അതായിരിക്കാൻ സാധ്യത. അങ്ങനെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന നിയമം അതായിരിക്കും. ആ നിയമം റദ്ദ് ചെയ്യണം. ആ നിയമം നിലനിൽക്കെ ഒരിക്കലും ഈ ഭൂമി അതിനുള്ള അവകാശം പ്രസ്താവിക്കാൻ പറ്റില്ല. അവര് ആ കാര്യത്തിൽ ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ സുപ്രീം കോടതിയിലെ ഒട്ടേറെ അഭിഭാഷകരടക്കമുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ് ലെവൽ ടീമിന്റെ സമഗ്ര പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞ ആ നിയമം റദ്ദ് ചെയ്യണം, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അവിടെ ഇവർ വാദിച്ചുകൊണ്ടിരുന്നു ഈ കർഷകർക്ക് സമ്മാനമെന്ന് അവന്റെ അടിസ്ഥാന സമ്പത്ത് പിടിച്ചു വാങ്ങുന്ന പ്രക്രിയയെ ഓണസമ്മാനം എന്ന് വിശേഷിപ്പിച്ചാണ് ചട്ടം കൊണ്ടുപോകുന്നത്. എത്ര മാരകമായിട്ടാണ് കൊണ്ടുവന്നേക്കുന്ന ചട്ടം. ആ നികൃഷ്ട ജന്മങ്ങളായി ഇവർ മാറി എന്നൊരു ഒറ്റ ഉദാഹരണം ആ ചട്ടം മാത്രം വായിച്ചാൽ മതി. 25 പേജ് വരുന്ന ചട്ടം ഉണ്ടാക്കിയവൻ ഈ രാജ്യത്ത് ഭരണാധികാരിയാണെങ്കിൽ സൂക്ഷിക്കുക, ഈ പാർട്ടിയെയും ഈ സംഘത്തെയും സൂക്ഷിക്കുക. അവർ നാളെ ഏത് കൊള്ളയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി മാറും എന്ന വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ 2023 ഭൂപതിവ് നിയമം
റദ്ദ് ചെയ്യുകയും മുൻകാല 1960 നിലവന്ന നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ചട്ടം മാത്രം ഭേദഗതി ചെയ്ത് ഭൂ ഉടമസ്ഥന്റെ അവന്റെ സമ്പത്ത് തിരിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. അവസാനമായിട്ട് ഈ അഭിമുഖം കണ്ടുപിടിക്കുന്ന പ്രേക്ഷകരോടും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്നേഹിക്കുന്ന മനുഷ്യരോടും എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഇടതുപക്ഷം തകരുന്നത് കേരളത്തിന് ഗുണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ രണ്ടു പക്ഷവും തമ്മിലുള്ള ആ ബാലൻസിംഗ് ആണ് നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ജനാധിപത്യ സ്വഭാവത്തിൽ ഈ നാടിനെ നയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരും പരസ്പരം ബലാബലം നിൽക്കുന്നത് തന്നെയാണ് കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയ്ക്ക് നല്ലത്. പക്ഷേ ഒരു ജനാധിപത്യ ബോധവും 1% ഇല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് കാലാകാലം തുടരാനാവില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ പാർട്ടി അംഗങ്ങൾ ഈ പിണറായിസം എന്ന ഇസത്തിൽ നിന്നും കമ്മ്യൂണിസം എന്ന ഇസത്തിലേക്ക് ഈ പാർട്ടിയെ തിരികെ കൊണ്ടുവരണം. ഞാനൊക്കെ ഒരുപാട് കാലം കമ്മ്യൂണിസത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസമല്ല, പിണറായിസമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് അവസാനിച്ചില്ലെങ്കിൽ, എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ എന്നേക്കുമായി കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അംഗങ്ങൾ അതീവ ജാഗ്രതയോടെ ഓരോരുത്തരും ഇതിനെ വിമർശിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാനും ഒരു വലിയ തിരുത്തൽ നടപടിക്ക് പാർട്ടിയെ പ്രേരിപ്പിക്കാനും സഹായിക്കണമെന്നാണ് എനിക്ക് ഇടതുപക്ഷ അണികളോട് പറയാനുള്ളത്. നിലപാടിൽ ഇത്രയും നേരം സംസാരിച്ച അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിയ വളരെയധികം നന്ദി.